ദേ കഴിഞ്ഞ ദിവസം നമ്മൾ സുബാൻ ഖാൻ എന്ന പാഠഭാഗത്തിലെ കുറച്ച് ഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സുബാൻ ഖാൻ അഥവാ സുബാൻ ദാദ ഹജ്ജ് കഴിഞ്ഞതും തിരിച്ചു വരുന്ന സമയത്ത്, ഹജ്ജിന് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് കുട്ടി ആവശ്യപ്പെട്ടത് പ്രകാരം ഖജൂർ, ഈത്തപ്പഴം കൊണ്ടുവന്ന് കൊടുത്തതും ഒക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞു. പിന്നെ അദ്ദേഹം ഹജ്ജ് കഴിഞ്ഞ് വന്നതിന് ശേഷം മുഴുവൻ സമയവും പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. കൂടുതൽ സമയം അതിനായിരുന്നു ചിലവഴിച്ചിരുന്നത്. പിന്നെ ആ പ്രദേശത്തോ അല്ലെങ്കിൽ ദൂരദിക്കുകളിൽ നിന്നൊക്കെ ആളുകൾ അദ്ദേഹത്തെ തിരഞ്ഞു വന്നിരുന്നു. എന്തിനായിരുന്നു? അവർ തമ്മിലുള്ള വഴക്കുകളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും സുബാൻ ദാദ പോയിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഹജ്ജ് കഴിഞ്ഞ് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം. ഞാൻ എൻ്റെ ബാക്കി ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാനുള്ളത്. നോക്കാം. സുബാൻ ദാദ കാ ഏക് അർമാൻ ഥാ മസ്ജിദ് ബനാനെ കാ. ഇനി സുബാൻ ദാദയ്ക്ക് ഏക് അർമാൻ, ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. മസ്ജിദ് ബനാനെ, ഒരു പള്ളി പണിയണമെന്ന്. മേരെ മാമാക്ക മന്ദിർ ഉൻഹോനെ ഹി ബൻവായാ ഥാ. എൻ്റെ അമ്മാവൻ്റെ വീട്ടിലുള്ള മന്ദിർ, ക്ഷേത്രം, ഉൻഹോനെ ബനായാ ഥാ, സുബാൻ ദാദയായിരുന്നു ഉണ്ടാക്കിയത്, നിർമ്മിച്ചത്. ഉൻ ദിനോ വഹ് സാധാരണ രാജ് ഥേ. ആ കാലത്ത്, അതായത് എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ അമ്പലം നിർമ്മിക്കുന്ന ആ കാലത്ത് അദ്ദേഹം സാധാരണ രാജ്, ഒരു സാധാരണ രാജ് കൽപ്പണിക്കാരൻ മാത്രമായിരുന്നു. തോ ഭി കഹാ കർത്തെ, ആ സമയത്ത് അദ്ദേഹം പറയാറുണ്ടായിരുന്നു, അള്ളാഹുനെ ചാഹാ തോ മേ ഏക് മസ്ജിദ് ജരൂർ ബൻവാവുങ്ക. അള്ളാഹുനെ ചാഹാത്തോ, അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ മേ ഏക് മസ്ജിദ് ജരൂർ ബനാവുങ്ക, ഞാനൊരു പള്ളി എന്തായാലും ഈ നാട്ടിൽ, എൻ്റെ ഗ്രാമത്തിൽ ഒരു പള്ളി ഞാൻ പണി കഴിപ്പിക്കും എന്ന് അദ്ദേഹം ആ ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു. അള്ളാഹുനെ ചാഹ ഔർ വൈസാദിൻ ആയ, എന്തായാലും അള്ളാഹുനെ ചാഹ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം അനുസരിച്ച് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹപ്രകാരം അദ്ദേഹത്തിന് അതിന് സാധിച്ചു. ഉസ് ദിൻ ആയ, അങ്ങനെ ആ ഒരു ദിവസം വന്നു. ഉസ്കി മസ്ജിദ് ബി തയ്യാർ ഹുയി, അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം മസ്ജിദ് ബി തയ്യാർ ഹുയി, ഒരു പള്ളി രൂപകൽപ്പന ചെയ്തു. ഗാവ് കെ ഹി ലായക് ചോട്ടി സി മസ്ജിദ്, ഗാവ് കെ ഹി ലായക്, അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിന് ലായക് അനുയോജ്യമായിട്ടുള്ള ചോട്ടി സി മസ്ജിദ്, ഒരു കൊച്ചു പള്ളി, ഒരു ചെറിയ പള്ളി. ലേക്കിൻ ബഡി ഹി ഖൂബ്സൂരത്ത്, ചെറുതായിരുന്നുവെങ്കിലും ബഡി ഹി ഖൂബ്സൂരത്ത്, അതിമനോഹരമായിട്ടുള്ള ഒരു കൊച്ചു പള്ളി അദ്ദേഹം പണി കഴിപ്പിച്ചു. ദാദാനെ അപ്നി ജിന്ദഗി ഭർ കി അർജിത് കല ഇസ്മേ ഖർച്ച് കർ ദീതി. ഇപ്പോൾ സുബാൻ ദാദ ജിന്ദഗി ഭർ, തൻ്റെ ജീവിതം മുഴുവൻ ആർജിച്ച കല, കൊത്തുപണിയിലുള്ള കല മുഴുവൻ ഇസ്മേ ഖർച്ച് കർദി, ഈ ഒരു പള്ളി പണിയുന്നതിൽ അദ്ദേഹം ഉപയോഗപ്പെടുത്തി. ഹാത്ത് മേ ഇത്തനി താക്കത്ത് നഹി രഹ് ഗയി ഥി കി അബ് ഖുദ് കഠ്നി ഔർ ബസൂലി പക്കടെ. സത്യത്തിൽ അദ്ദേഹത്തിന് കഠ്നി ഔർ ബസൂലി, ചുറ്റിക, അതുപോലെ ഉള്ളി, അങ്ങനെയുള്ള കൽപ്പണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ, അതൊന്നും ഹാത്ത് മേ രഹ്ന, കയ്യിൽ പിടിക്കാനുള്ള താക്കത്ത്, ശേഷി, ആ പ്രായത്തിൽ അദ്ദേഹം അത്ര വൃദ്ധനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുറ്റികയും ഉളിയും അല്ലെങ്കിൽ കൽപ്പണിക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളൊന്നും പിടിക്കാനുള്ള താക്കത്ത്, ശക്തി അദ്ദേഹത്തിന് ഹാത്ത് മേ നഹി, അദ്ദേഹത്തിന് കൈകൾക്ക് ഉണ്ടായിരുന്നില്ല. എന്നാലും ദിൻ ഭർ ബൈഠെ അദ്ദേഹം ദിവസം മുഴുവൻ ഇരുന്ന് ഏക് ഈണ്ട്, അതിൻ്റെ ഓരോ കല്ലുകളും ജുഡായി പർ ധ്യാൻ രംഗത്തെ, വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് അദ്ദേഹം അതിൻ്റെ ഓരോ കല്ലുകളും അതിന് വേണ്ടിയിട്ട് ഒരുക്കി തയ്യാറാക്കി. ഉസ്കെ ഭീത്തർ ജോ ബേൽ ബൂഠെ കാഠെ ഗയെ, ആ കല്ലിൻ്റെ മേൽ പിന്നെ ആവശ്യമായിട്ടുള്ള ബൂഠെ കാഠെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മിനുക്ക് പണികളൊക്കെ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ചെയ്തു. ഉനക്ക് സാരേ നക്ഷെ ഉൻഹോനെ ഹി ഗീൻ ഛേദ്, അങ്ങനെ ഉനക്ക് സാരേ നക്ഷെ, ആ പള്ളിക്ക് അല്ലെങ്കിൽ ആ പള്ളിയുടെ രൂപം അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഉണ്ടാക്കി. ഉന്മേം സേ കേക്ക് കാ കാഠാ ജാന ഉൻകി ഹി ഭാരിഖ് നിഗരാനി മേ ഹുവാ ഥ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പള്ളിയുടെ ഓരോ പ്രവൃത്തിയും, ആ പള്ളിയുടെ ഒരു നിർമ്മാണത്തിലെ ഓരോ ഘട്ടവും ഉൻകി നിഗരാനി, അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ വളരെ ഭംഗിയായിട്ട് നടന്നു. മേരെ മാമാജിക്ക് ബഗീച്ചെ മേ ശീശം, സഖുയെ, കട്ഹൽ ആദി ഇമാരത്തോ മേ കാം ആനെ വാലെ പേടോം കി ഭർമാർ ഥി. ഇനി മേരെ മാമാജിക്ക് ബഗീച്ചെ മേ, എൻ്റെ അമ്മാവൻ്റെ ബഗീച്ച, തോട്ടത്തിൽ, അല്ലെ എൻ്റെ അമ്മാവൻ്റെ തൊടിയിൽ, വളപ്പിൽ, ശീശം എന്ന് പറഞ്ഞാൽ ഇരുൾ എന്ന മരം, ഇരുൾ കേട്ട് കാണും, അപ്പം ഇരുൾ മരം, സഖുവെ പൈൻ മരം, കട്ഹൽ പ്ലാവ്, അങ്ങനെയുള്ള ഇമാരത്തോമേം കാം ആനേവാലെ, കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള പേട്, മരങ്ങളുടെ ഭർമാർ, ഒരു ശേഖരം തന്നെ എൻ്റെ അമ്മാവൻ്റെ പറമ്പിൽ ഉണ്ടായിരുന്നു. മസ്ജിദ് കി സാരി ലക്കടി ഹമാരെ ഹി ബഗീച്ചെ സെ ഗയി ഥി. മാത്രമല്ല
ആ മസ്ജിദ് കി സാരി ലക്കടി, ആ പള്ളി പണിയാൻ ആവശ്യമായിട്ടുള്ള സാരി ലക്കടി എന്ന് വെച്ചാൽ മുഴുവൻ മരങ്ങളും അമ്മാവൻ്റെ ബഗീച്ചേസെ ഗയീഥി, എൻ്റെ അമ്മാവൻ്റെ തോട്ടത്തിൽ നിന്നായിരുന്നു കൊണ്ടുപോയത്. അപ്പോൾ അമ്മാവൻ്റെ തോട്ടത്തിൽ നിന്ന് മരങ്ങളായിരുന്നു ഈ പള്ളിയുടെ പണിക്ക് ആവശ്യമായിട്ട് കൊണ്ടുപോയത്. ജിസ് ദിൻ മസ്ജിദ് തയ്യാർ ഹുയി ഥി സുഭാൻ ദാദാനെ ജവാർ ഭർ കെ പ്രതിഷ്ഠിത ലോഗോं को ന്യോത്ത ദിയാ ഥ. അങ്ങനെ മസ്ജിദ് തയ്യാർ ഹുയി, ആ പള്ളി പണി പൂർത്തിയായ ദിവസം സുഭാൻ ദാദ ജവാർ ഭർ കെ പ്രതിഷ്ഠിത ലോഗോं को, ആ പ്രദേശത്തുള്ള എല്ലാ പ്രതിഷ്ഠിത ലോകം എല്ലാ ആദരണീയരായിട്ടുള്ള വ്യക്തികളെയും ന്യോത്ത ദിയാ ഥ, അവിടേക്ക് ക്ഷണിച്ചിരുന്നു. ആ ഒരു പള്ളിയുടെ ഉദ്ഘാടനത്തിനായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ജുമാ കാ ദിൻ ദ, അന്ന് ആ പള്ളി ഉദ്ഘാടനം ചെയ്യുന്ന അന്ന് ജുമാ കാ ദിൻ, ഒരു ജുമാ ദിനമായിരുന്നു. ജിത്തനെ മുസൽമാൻ ഥേ സബനെ ഉസ്മെ നമാസ് പഠീതി, ആ വന്ന ആളുകളിൽ ജിത്തനെ മുസൽമാൻ, എത്രയോ മുസൽമാന്മാരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. സബനെ ഉസ്മെ നമാസ് പഠീതി, അങ്ങനെ വന്നവരൊക്കെ ആ പള്ളിക്കകത്ത് നമാസ് പഠീതി, നിസ്കരിച്ചു. ജിത്തനെ ഹിന്ദു ആയേ ഥേ, ആ കൂട്ടത്തിൽ ഒരുപാട് ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഉനക്കെ സത്കാർ കെ ലിയെ ദാദാനെ ഹിന്ദു ഹൽവായി രഖക്കർ തരഹ് തരഹ് കി മിഠായിയാം ബൻവായി ഥി, ഹിന്ദുക്കളായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി സുഭാൻ ദാദ ഹൽവായി രഖക്കർ, നല്ല മധുര പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. തരഹ് തരഹ് കി മിഠായിയ, പലതരത്തിലുള്ള മധുര പലഹാരങ്ങളും ബൻവായി ഥി, ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പാൻ ഇലായിച്ചി കാ പ്രബന്ധ കിയാത, ഇനി ഈ ഹൽവയും മധുരപലഹാരങ്ങൾ മാത്രമായിരുന്നില്ല, പിന്നെയോ പാൻ ഇലായിച്ചി, മുറുക്കാൻ, അന്നൊക്കെ മുറുക്കുക എന്നുള്ള ശീലമായിരുന്നു മിക്കവർക്കും. അപ്പം അങ്ങനെയുള്ള മുറുക്കാൻ, അങ്ങനെയുള്ള സാധനങ്ങളും പാൻ മസാല പോലുള്ള സാധനങ്ങളും പ്രബന്ധ കിയാത, അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. अब तक भी लोग उस मस्जिद के उद्घाटन के दिन की दादा की मेहमानदारी भूले नहीं है. മാത്രമല്ല അന്ന് അവിടെ കൂടിയ ലോഗ്, ജനങ്ങൾ, ആളുകൾ മസ്ജിദ് കെ ഉദ്ഘാടൻ കിയ ദിൻ, ആ മസ്ജിദ്, ആ പള്ളിയുടെ ഉദ്ഘാടന ദിവസം ദാദാക്കി മെഹ്മാൻദാരി, സുഭാൻ ദാദയുടെ മെഹ്മാൻദാരി, ആതിഥ്യ മര്യാദ, ഭൂൽ നഹി, ഒരിക്കലും മറക്കില്ല. അപ്പോൾ അന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ആ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ക്ഷണിച്ചിട്ട് വളരെ എന്താ പറയുക, സൗഹാർദ്ദപരമായിട്ടായിരുന്നു ആ പള്ളി അദ്ദേഹം ഉദ്ഘാടനം നടത്തിയത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആതിഥ്യ മര്യാദ, അന്നത്തെ ദിവസത്തെ ആ ആതിഥ്യ മര്യാദ, അന്നത്തെ ദിവസം നല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എപ്പോഴും വെച്ച് പുലർത്തിയിരുന്ന ഒരു സ്വഭാവമായിരുന്നു അത്. അപ്പം അത് ഒരിക്കലും ആരും മറക്കില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഒരു പള്ളി അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ പണി കഴിപ്പിച്ചു. ഇനി ജമാന ബദല, കാലം കുറേ കഴിഞ്ഞു, പിന്നെയും കാലങ്ങൾ മാറി വന്നു. മേ അബ് ഷഹരോ മേം ഹി ജ്യാദാദർ രഹത്ത, ഞാനപ്പോഴേക്കും കുറേ മുതിർന്ന് ഞാനപ്പോൾ ഷഹർ, പട്ടണത്തിൽ തന്നെ, ജ്യാദാദർ രഹത്ത, കൂടുതലും പട്ടണത്തിൽ തന്നെയായിരുന്നു എൻ്റെ സമയം ചെലവഴിച്ചുകൊണ്ടിരുന്നത്. അവർ ഷഹർ ആയേ ദിൻ ഹിന്ദു മുസ്ലിം ദംഗോം കെ അഖാഡെ ബൻ ജാത്തേത്, അങ്ങനെ ഞാൻ പട്ടണത്തിൽ വന്ന കാലം മുതൽ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അവിടെ തങ്ങിയ നാളുകൾ മുതൽ ഞാൻ കണ്ടുവന്നിരുന്നൊരു കാര്യം, ഹിന്ദു മുസ്ലിം ദംഗ എന്ന് വെച്ചാൽ ഹിന്ദു മുസ്ലിങ്ങൾക്കിടയിലുള്ള ആ ഒരു ദംഗ, വഴക്ക്, അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ആ രണ്ട് മതവിഭാഗങ്ങളിലുള്ള ആളുകൾ തമ്മിലുള്ള ഒരു പരസ്പരമുള്ള പോര്, ആ ഒരു വഴക്കിൻ്റെ അഖാഡ എന്ന് പറഞ്ഞ ഒരു യുദ്ധഭൂമിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പട്ടണം. അപ്പോൾ അവിടെ ഗ്രാമപ്രദേശത്തെ പോലെ ആയിരുന്നില്ല പട്ടണത്തിലെ അവസ്ഥ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ പരസ്പരം പോരടിച്ച് കഴിഞ്ഞിരുന്ന ഒരു സ്ഥലം ആയിരുന്നു ഞാൻ കണ്ടിരുന്ന ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന പട്ടണം. ഏക് ഹി സടക് പർ ഹിന്ദു മുസൽമാൻ ചൽ രഹേ, അതെ, ഏക് ഹി സടക് പർ, ഒരേ റൂട്ടിലൂടെ നടന്നു പോയിരുന്ന ഹിന്ദുക്കളും മുസൽമാന്മാരും. ഏക് ഹി ദുക്കാൻ പർ സൗദേ ഖരീദ് രഹേ, ഏക് ഹി ദുക്കാൻ പർ, ഒരു കടയിൽ നിന്ന് സൗദ ഖരീദ, സാധനങ്ങൾ വാങ്ങിച്ചിരുന്ന ഹിന്ദുക്കളും മുസൽമാന്മാരും. ഏക് ഹി സവാരിയോം പർ ജാനു ബജാനു ആജാ രഹേ ഹെ, ഏക് ഹി സവാരി, അതായത് ഒരേ സ്ഥലത്തിലൂടെ സവാരി, അത് എങ്ങനെ, ജാനു ബജാനു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് സവാരി ചെയ്തിരുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും. ഏക് ഹി സ്കൂൾ മേ പഠ് രഹേ, ഒരേ സ്കൂളിൽ പഠിച്ചിരുന്ന ആളുകൾ. ഏക് ഹി ദഫ്തർ മേ കാം കർ രഹേ, ഏക് ഹി ദഫ്തർ, ഒരേ ദഫ്തർ, ഓഫീസിൽ, കാം കർ രഹേ ഹെ, ജോലി ചെയ്തിരുന്ന ആളുകൾ. ഇവരൊക്കെ അചാനക്, പെട്ടെന്ന്, ഇവരുടെയൊക്കെ സിർപ്പർ, തലയിൽ പെട്ടെന്നൊരു ദിവസം ഷൈത്താൻ സവാർ ഹോ ഗയ, ഷൈത്താൻ അല്ലെങ്കിൽ ചെകുത്താൻ കയറിക്കൂടി. അപ്പോൾ ഒരേ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിരുന്നവർ, ഒരേ സ്കൂളിൽ പഠിച്ചിരുന്നവർ, ഒരേ ഓഫീസിൽ ജോലി ചെയ്തിരുന്നവർ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരുമയോടെ നടന്നിരുന്ന ആളുകൾ, ഹിന്ദുക്കളായിരുന്നാലും മുസൽമാന്മാരായാലും വളരെ ഒരുമയോടെ ജീവിച്ചിരുന്ന ആളുകൾ. ഇവരുടെയൊക്കെ സിർപ്പർ, തലയിൽ ഒരു ദിവസം ഷൈത്താൻ സവാർ ഹോ ഗയ, ചെകുത്താൻ കയറി സവാരി ചെയ്തു തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടായി, ഭഗ്ദഡ്, മാർപീട്ട്,
ഖൂൻ ഖരാബി ആഗ് ലഗി, ഭഗദട് മാർപീട്ട്, അടി പിടി ബഹളം. ഖൂൻ ഖരാബി ചോര പുഴ ഒഴുക്കുക, ആഗ് ലഗി തീവെപ്പ്, സബി ഗുരാഫാത്ത് അങ്ങനെയുള്ള എല്ലാ ഗുരാഫാത്ത് എന്താ പറയുക അക്രമങ്ങളും അതിക്രമങ്ങളും എല്ലായിടത്തും പൊട്ടിപ്പുറപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആളുകൾ ന ശരീർ ന ഇസ്സത്ത് പ്രേം ഭായിചാര സഹൃദയത കെ സ്ഥാൻ പർ ഘൃണ വിരോധ് ഔർ നൃശംസ് ഹത്യ കാ ഉല്ലംഘ് നൃത്യ. അങ്ങനെ ഈ ആളുകൾക്കിടയിൽ പരസ്പരം സ്നേഹത്തോടെ ഭായിചാര സാഹോദര്യത്തോടെ സഹൃദയത വളരെ ഹൃദയവിശാലതയോടെ ജീവിച്ചിരുന്ന ആളുകളുടെയൊക്കെ മനസ്സുകളിൽ ഇന്ന് അതിൻ്റെ സ്ഥാനത്ത് ഘൃണ വെറുപ്പ്, വിരോധം, നൃശംസ് ഹത്യ ഒരു മടിയുമില്ലാതെ ഹത്യ കൊല അല്ലെങ്കിൽ കൊല്ലുവാനുള്ള മനസ്സ്, ഇതൊക്കെ എല്ലാവരുടെയും മനസ്സുകളിൽ കുടിയേറി. അപ്പോൾ പരസ്പര സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലും അകന്ന് പരസ്പര വിരോധികളായിട്ട് ശത്രുക്കളെ പോലെ പരസ്പരം കൊന്നും അടിച്ചും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രോഹിച്ചും പട്ടണത്തിലെ ആളുകൾ അങ്ങനെ അവരുടെ ജീവിതം അങ്ങനെ അവരുടെ തലയിലൊരു ചെകുത്താൻ കയറിയതുപോലെ അവരുടെ ജീവിതം ആകെ മാറി മറിഞ്ഞു. എന്നാൽ ഷഹരോം കി യഹ് ബീമാരി ധീരെ ധീരെ ദേഹാത്ത് മേ ഘുസ്നെ ലഗി. എന്നിട്ട് ഷഹരോം കി യഹ് ബീമാരി, അതായത് പട്ടണത്തിലുണ്ടായിരുന്ന ഈ ഒരു രോഗം ധീരെ ധീരെ പതുക്കെ പതുക്കെ ദേഹാത്ത് മേ ഘുസ്നെ ലഗി ഗ്രാമപ്രദേശത്തേക്കും ചേക്കേറി തുടങ്ങി. അപ്പോൾ പട്ടണത്തിലായിരുന്നു ആദ്യം ഇങ്ങനെ ഉണ്ടായിരുന്ന അവസ്ഥയെങ്കിൽ പതുക്കെ പതുക്കെ അത് ദേഹാത്ത് ഗ്രാമത്തിലേക്കും വന്നു തുടങ്ങി. ഗായ് ഔർ ബാജെ കെ നാം പർ തർക്കാരേം ഹോനെ ലഗി. ഗായ് ഔർ ബാജ പശുവിനെ ചൊല്ലിയും ഭാജ വാദ്യഘോഷങ്ങളെ ചൊല്ലിയുമൊക്കെ തക്കരാർ തർക്കങ്ങൾ വഴക്കുകൾ ഉണ്ടാകാൻ തുടങ്ങി. മാത്രമല്ല ജിന്ദഗി ഭർ കാർഖാൻ കസായി ഖാനോ കെ ലിയെ അപ്പനി ഗായേം ബേച്ച്തേ രഹെ. ജിന്ദഗി ഭർ ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് കസായി ഖാന, അതായത് അറവുശാലകളൊക്കെ നടത്തിയിരുന്ന ആളുകൾ അപ്പനി ഗായേം ബേച്ച്തേ ഹെ, അതായത് തങ്ങളുടെ വളർത്തുമൃഗങ്ങളെയൊക്കെ പോത്തേരും അങ്ങനെയൊക്കെയുള്ള ജീവികളൊക്കെ ഉണ്ടല്ലോ അവരെയൊക്കെ തങ്ങളുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് വളർത്തി കശാപ്പിന് കൊടുത്തിരുന്ന ആളുകൾ ഇന്ന് ഏക് ഹി ദിൻ ഒരു പെട്ടെന്നൊരു ദിവസം കിസി ഏക് ഗായ് കെ കഠിനെ കാ നാം സുൻകർ, എവിടെയെങ്കിലും ഒരു ഗായ് കെ കഠിന ഒരു പശുവിനെ കൊന്നു എന്ന ഒരു പേരും പറഞ്ഞുകൊണ്ട് ഇൻസാനോം കെ ഗലേ കാഠിനെ മനുഷ്യന്മാരുടെ ഗലേ കാഠിനെ കഴുത്തറുക്കാൻ വരെ തയ്യാറായി നടക്കുന്ന കാഴ്ചയാണ് പിന്നെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഉപജീവനത്തിന് വേണ്ടിയിട്ട് അറവും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അറവുശാലകളും ഒക്കെ നടത്തിയിരുന്ന ആളുകൾ പോലും എവിടെയെങ്കിലും ഒരു പശുവിനെ ഒരു മുസൽമാൻ കൊന്നു എന്നുള്ള ഏതെങ്കിലും ഒരു വാർത്ത എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അങ്ങനെ നടന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്കും ആളുകളെ കൊല്ലാൻ പോലും മടിയില്ലാതെ ഇറങ്ങിത്തിരിക്കുന്ന മനുഷ്യന്മാർ ഉണ്ടായി തുടങ്ങി. പിന്നെ ഷാദി ബ്യാഹ് പർബ് ത്യോഹാർ ബിനാ ഭാജയ്ക്ക് നഹി ഹോത്തെ. മാത്രമല്ല അവിടെയൊക്കെ ഷാദി ബ്യാഹ് വിവാഹം കല്യാണം അതുപോലെ പർബ് ത്യോഹാർ ആഘോഷങ്ങൾ ഉത്സവങ്ങൾ ഇതൊക്കെ ബിനാ ബാജ്കെ നഹി ഹോത്തെ. ബാജ് എന്ന് പറഞ്ഞാൽ വാദ്യഘോഷങ്ങൾ. അപ്പോൾ അവിടെ ഉത്സവങ്ങളും ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ വാദ്യഘോഷങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ മുഹറം കി ഗർമി കെ ദിൻ ബി ബാജെ ഗാജെ കി ധൂം കി രഹത്തെ. അവിടെ മുഹറത്തിൻ്റെ ദിവസങ്ങളിലും ഇങ്ങനെ കൊട്ടിപ്പാടിയിട്ട് ഒക്കെ ആഘോഷങ്ങളൊക്കെ ആയിരുന്നു നടന്നിരുന്നത്. എന്നാൽ അബ് വേഹി അപ്പനി മസ്ജിദ് കെ സാമനെ സെ ഗുസർത്തെ ഹുയെ ഏക് മിനിറ്റ് കെ ബാജെ പർ ഖൂൻ കി നദിയാ ബഹാനെ കോ ഉതാരു ഹോ ജാത്തെ. പക്ഷേ ഇപ്പോൾ ഏതെങ്കിലും മസ്ജിദ് കെ സാമനെ ഒരു പള്ളിയുടെ മുമ്പിലൂടെ എങ്ങാൻ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഭാജ ഒരു വാദ്യഘോഷം ഒരു മിനിറ്റ് നേരത്തേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ ആ സ്ഥലത്ത് ഖൂൻ കി നദിയ ചോരപ്പുഴ വരെ ബഹാന ഒഴുക്കാൻ ഉതാരു ഹോജാത്തെ വെമ്പൽ പൂണ്ട് നടക്കുന്ന ആളുകളെയായിരുന്നു പിന്നീട് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെയൊക്കെ മനസ്സിൽ ഒരുതരം മതത്തിനോടുള്ള ഒരു സ്പർദ്ധ, പരസ്പരമുള്ളൊരു സ്പർദ്ധ, വൈരാഗ്യം കൂടി വരുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. മാത്രമല്ല പണ്ഡിതോം കി ബൻ ആയി മുല്ലാവോം കി ചൽത്തി ബനി, അതായത് ഹിന്ദു മതത്തിലാണെങ്കിൽ കുറേ പണ്ഡിതന്മാർ ഇങ്ങനെയുള്ള മതപരമായ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. പിന്നെ മുസൽമാന്മാരാണെങ്കിൽ കുറേ മുല്ല അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാ ഈ മുസ്ലിം മതത്തിലെ കുറേ മതപണ്ഡിതന്മാരുണ്ടല്ലോ, അങ്ങനെയുള്ള മതപണ്ഡിതന്മാരുണ്ടായി, ഹിന്ദു മതത്തിലെ പണ്ഡിതന്മാരുണ്ടായി. അങ്ങനെ എല്ലാവരും അവരവരുടെ മതത്തെക്കുറിച്ച് ആളുകളിലേക്ക് ഇങ്ങനെ ഓരോരോ സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കലഹ് ക ബീജ് ബോനെ ലഗ, കലഹം അല്ലെങ്കിൽ വഴക്കിൻ്റെ ബീജ് വിത്തുകൾ ബോനെ ലഗ വിതയ്ക്കാൻ തുടങ്ങി. അപ്പം ഇരു മതവിഭാഗങ്ങളിലും പെട്ട പണ്ഡിതന്മാർ ആളുകളുടെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ കലഹത്തിൻ്റെ വിഷവിത്ത് വിതച്ചു തുടങ്ങി. അതുകൊണ്ട് ലാഠിയാം ഉച്ചലി ചുരേ നിക്കലി, ലാഠിയാം ഇതൊക്കെ കേട്ടിട്ട് ഈ രണ്ട് മതവിഭാഗങ്ങളിലുമുള്ള ആളുകൾ വടികൾ എടുത്ത്
പോരാടാൻ തുടങ്ങി. ചുര കത്തികൾ എടുത്ത് ഓരോരുത്തരെ കശാപ്പ് ചെയ്യാൻ തുടങ്ങി. ഘോംപടിയാം ഫൂട്ടി തലയോട്ടികൾ പൊട്ടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ ആക്രമിച്ചു. അന്തടിയാം ബാഹർ ആയി കുടൽമാല, അന്തടി എന്ന് പറഞ്ഞാൽ കുടൽമാലകളൊക്കെ പുറത്തെടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരെയും വകവരുത്തി. അങ്ങനെ എല്ലാവരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ തുടങ്ങി. കിത്തനെ നൗജവാൻ എത്രയോ നൗജവാൻ ചെറുപ്പക്കാർ മരിച്ചു. ഗർഫൂങ്കെ എത്രയോ വീടുകൾ പലർക്കും നഷ്ടപ്പെട്ടു. ബാക്കി ബച്ച് ഗയേ ഗേത്ത്, പിന്നെ ഇങ്ങനെ പലർക്കും ജീവൻ നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു. പിന്നെ ബാക്കി അവശേഷിച്ച ഖേത്ത് ഗലിഹാൻ, ഓരോരുത്തരുടെയും അവശേഷിച്ച ഖേത്ത് വയലുകളും മറ്റും അവരുടെ ഭൂമികളുമൊക്കെ എന്ത് ചെയ്തു? അംഗ്രേസി അദാലത്തേക്ക് ഖർച്ച്, അംഗ്രേസി ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? കുർക്ക് ഹുയി ജപ്തി ചെയ്ത് എടുത്തു. അതുണ്ടായത്. അപ്പോൾ പരസ്പരം ആളുകൾ തമ്മിൽ തല്ലിയും ഒക്കെ കൊന്നും കൊല വിളിച്ചു എന്ന് പറഞ്ഞ പോലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിച്ച് ഒക്കെ നശിപ്പിച്ചു. ബാക്കി വന്നത് അംഗ്രേസി അദാലത്ത്, അതായത് ബ്രിട്ടീഷ് സർക്കാർ, ഇംഗ്ലീഷ് സർക്കാർ അതൊക്കെ കുർക്ക് ഹുയ എന്നാണ് ജപ്തി അല്ലെങ്കിൽ തടഞ്ഞു വയ്ക്കുക. അപ്പോൾ ബാക്കിയുള്ളതിനൊക്കെ ബാക്കി വന്ന അവരുടെ സ്വത്ത് വകകളെയൊക്കെ ബ്രിട്ടീഷ് സർക്കാർ ജപ്തി ചെയ്ത് എടുത്തു. അങ്ങനെ ആളുകൾക്ക് എല്ലാ വിധത്തിലും നാശങ്ങളും നഷ്ടങ്ങളും വന്നു. എന്തിൻ്റെ പേരിൽ? മതഭ്രാന്തിൻ്റെ പേരിൽ. അങ്ങനെ ഈ അവസ്ഥ ഗ്രാമങ്ങളിലേക്കും പടർന്നു. അപ്പോൾ ആദ്യം പട്ടണത്തിലായിരുന്നു ഉണ്ടായിരുന്നത്, പിന്നീട് അത് ഗ്രാമത്തിലേക്കും പടർന്നു. ഇനി അതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലാവാം. പിന്നെ ഇത്രയും മതി. ഓക്കെ.